ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തു പരിപാലിക്കുന്നു. കർത്താവിന്റെ കരുണയ്ക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു. ഇതുപോലെ കാലം ദൈവസന്നിധിയിൽ കൂട്ടിവരുത്തിയ ദൈവജനത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാളുവരെ ഞങ്ങൾ വഴി നടന്ന ദൈവസ്നേഹത്തിനായി, കരുതലിനായി, സൂക്ഷിപ്പിനായി എല്ലാം ഞങ്ങൾ ദൈവത്തെ സ്തുതിച്ചെനിക്ക് നന്ദി പറയുന്നു. ഇതുപോലെ കാലത്തെ ശുശ്രൂഷകളെല്ലാം സ്വർഗം ആസ്വദിക്കണമേ. അവിടുത്തെ സന്നിധാനത്തിൽ കടന്നു വന്ന് ആ സന്നിധിയിലെ സന്തോഷം ഞങ്ങളുടെ ബലമായി മാറുവാൻ, ആലയത്തിലെ പുസ്തകങ്ങൾക്ക് തൃപ്തി തരുവാൻ കർത്താവിടെ ആക്കണമെന്ന് പ്രാർത്ഥിക്കും. ദൈവീയ ശക്തിയെ ഞങ്ങൾ ആദ്യം നേരിടുന്ന പരിശുദ്ധാത്മാവിനെ നടത്തും ഞങ്ങൾ ചോദിക്കുന്നപ്പ കർത്താവിന്റെ കരുണയും വിശ്വസ്തതയും നാളുവരെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്ന കൃപയ്ക്കായി സ്തോത്രം. പകൽക്കാലവും അനുഭവിച്ചറിയുവാൻ, ഓർത്തങ്ങി സ്തുതിപ്പാൻ, ആരാധിപ്പാൻ, സത്യത്തിലും ഈ ദേശത്ത് തന്നെ ആരാധിപ്പാൻ വിളിച്ചു വന്നിരിക്കപ്പെട്ട കൂട്ടമായ ദൈവസഭ പകൽക്കാലം ദൈവത്തെ ആരാധിക്കുമ്പോൾ അവിടുത്തെ തിരുസാന്നിധ്യം നടത്തി ചോദിക്കുകയാണ്. ദൈവനാമം ഞങ്ങളിൽ മഹിമപ്പെടണമേ. ഞങ്ങളുടെ വായിലെ വാക്കുകൾ, ഹൃദയത്തിലെ ധ്യാനം എല്ലാ സ്വർഗ്ഗത്തിൽ പ്രസാദമായി തീരുവാൻ കർത്താവിടെയാണ്. അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്ന ആരാധന ദൈവം വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവിന്റെ നടത്തി പാതിയിടത്തുണ്ടാകട്ടെ. സകലമാനം മഹത്വത്തിന്റെ യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാം പ്രിയപ്പെട്ടവർക്കും കർത്താവിൽ സ്വാഗതം. വിശുദ്ധ ആരാധനയിലേക്ക് എല്ലാവരെയും വന്ദനം ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നത്. പകൽക്കാലം പ്രാരംഭത്തിലെ പാട്ടുകൾ പാടി നമുക്ക് ദൈവത്തെ ആരാധന ചേർന്ന് പാടി ദൈവത്തെ സൂക്ഷിച്ച ഇത്ര മഹത്വമുള്ള ആ നല്ല പദവി നമുക്ക് നൽകിയ നല്ല പദവി ആ സന്നിധിയിൽ വന്നു ചേരുവാൻ നമ്മെ യോഗ്യനാക്കിയത് നമ്മെ Yeah.
കർത്താവ് സൃഷ്ടിച്ച സൃഷ്ടിപ്പ്, അതിന്റെ ശ്രേഷ്ഠത, വീണ്ടെടുത്ത വീണ്ടെടുപ്പിന്റെ ശ്രേഷ്ഠത നമുക്ക് വീണ്ടും ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, സ്തോത്രം. എനിക്കായി കരുണ കുറിച്ചവനെ, എനിക്കൊന്നും ഭയമില്ല എന്ന് ചൊല്ലുമ്പോൾ ചേർന്ന് പാടി കർത്താവ് നമുക്ക് ആരാധിക്കാം. Oh,
സമൃദ്ധികരമായി പാടി Psalm number 132, 122 സംഗീതം. യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്ന് അവരോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ബബിലോണിലേക്ക് നഗരമായി പണിതിരിക്കുന്ന യെരൂശലേമേ, അവിടെ ന്യായാസനങ്ങൾ ദാവീദിന്റെ ന്യായാസനങ്ങൾ തന്നെ ഇരിക്കുന്നു. എന്റെ ഉപകുലങ്ങളിൽ സമാധാനം, എന്റെ അരമനകളിൽ സ്വയവും ഉണ്ടാകട്ടെ. അടുത്ത വാക്യം ചേർന്ന് വായിക്കാം. ഞാൻ എന്റെ നന്മയെ അന്വേഷിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരനോട് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. Let us have a time of praise and worship along with our dear children. Hallelujah. ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. Hallelujah. Praise the Lord. Let's continue to our English worship. Today morning, let us confess with all our heart that God is all that we is. Let us state our heart that there's nobody that we can depend on, there's nobody that we can trust on other than Jesus. And let us remember that Jesus left everything behind to come down to this earth to give us the gospel, the good news, to die for our sins and give us a wonderful gift of salvation, and also give us a hope to eternity. He deserves all our praise and worship. So let us worship. Coming close to you. Amen. Praise God. Hallelujah. Never let me go. I lay it all down again. To hear you say that I'm your friend.
പകൽക്കാലത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവാലയത്തിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടും പ്രാവശ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഈ മനോഹരമായ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. 122-ാം സങ്കീർത്തനം ഹല്ലേലൂയ ആരോഹണ ഗീതങ്ങളിലെ ഒരു സങ്കീർത്തനമായി നാം അതിനെ കാണും. 120-ാം സങ്കീർത്തനത്തിൽ തുടങ്ങുന്ന the songs of ascents. Praise God. I have mentioned many times over here what is the meaning of the songs of ascents. Songs of ascents are the psalms or the songs people of Israel used to sing when they go up to the temple of Jerusalem for the pilgrimage once in a year, especially for the Passover festival. They go to the temple, even though they don't go any time of the year, once in a year, once in a year, everywhere, because the people of Israel are scattered throughout the land of Palestine, and also outside Palestine. They used to come together, minimum at least once in a year to the church. ദൂരത്തു നിന്നുള്ളവർക്ക് എല്ലാ ഞായറാഴ്ചയും അല്ലെങ്കിൽ എല്ലാ ശബത്തിലും ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വരാൻ കഴിഞ്ഞില്ല. ഏതൊരു യഹൂദനും സ്തോത്രം ചെയ്യുന്ന കാര്യമുണ്ട്. വർഷത്തിൽ ഒരിക്കലെങ്കിലും ആലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ അവർക്ക് അതിനുള്ള ഒരു ഉത്സാഹം, സന്തോഷം. ചിലർക്കൊക്കെ മാസങ്ങൾ യാത്ര ചെയ്ത് മാത്രമേ യെരൂശലേമിൽ എത്താൻ കഴിയും. അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പരിമിതികളുണ്ട്. ചിലർ രോഗികളാണ്, ചിലർ ശരീരക്ലേശങ്ങൾ മൂലം പലപ്പോഴും ആലയത്തിലേക്ക് പോകുവാൻ കഴിയില്ല. അതൊക്കെ യാത്ര വളരെ ദുർഘടം. എന്നാൽ ഇവിടെ നാം വായിക്കുന്നു സ്തോത്രം സങ്കീർത്തനക്കാരൻ പാടുകയാണ്. ദാവീദിന്റെ പാട്ടാണ് സ്തോത്രം. മറ്റു പലരുടെയും അനുഭവങ്ങളോട് ചേർന്ന് David may be representing the experience of a ton of people who might have gone to the same experience, longing for the presence of God. And at the same time, when the day has come for them to go to the temple, they will rejoice in the presence of God. Hallelujah. ദൈവത്തിൽ കടന്നു വരുന്നവർക്ക് സന്തോഷമുണ്ട്. സന്തോഷമുള്ള ദൈവത്തെ സ്തുതിക്കാം. ദൈവസാന്നിധ്യം അനുഭവിച്ചെടുത്ത ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ഇന്നത്തെ കോൺസെപ്റ്റ് അല്ലെ ചർച്ചനെ കുറിച്ച് അന്ന് സ്തോത്രം ആരാധനയെ കുറിച്ചൊക്കെയുള്ള കോൺസെപ്റ്റ് വളരെ ആഴമാണ്. ഒരുപാട് വില കൊടുത്ത് അവർ ദൈവത്തെ ആരാധിച്ചിട്ടുണ്ട്. അപ്പോൾ യഹോവയുടെ ആരാധനയിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. I rejoiced in the presence of God. I was glad in the presence of God. Hallelujah. Joyful experience of being in the house of God. Praise God. Hallelujah. Many times it happens in our life that when we go to church, hallelujah, for a long time we go to some churches, and it can happen in our life also. It's a standard pattern to go to church every day. എല്ലാ ദിവസവും ചർച്ച സഭയിൽ വരുന്നു. അതൊരു ശീലമായിട്ട് മാറി. ഞാൻ രാവിലെ നമ്മൾ എഴുന്നേൽക്കാൻ ചർച്ചയിൽ പോകണല്ലേ. പക്ഷേ ചെറുതായിട്ട് ഓർക്കുന്നു, ഞാൻ രാവിലെ ശനിയാഴ്ച രാത്രിയിലെ കാത്തിരിപ്പോ കഴിയും ഏകദേശം 9:10. സോ അന്ന് പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തനം നടന്നാൽ വന്നു.
അതിലൂടെ വായിക്കാം. എന്നാൽ അനന്യാസ് എന്ന് പേരുള്ള ഒരു പുരുഷൻ തന്റെ ഭാര്യയായ സഫീറയോട് കൂടി ഒരു നിലം വിറ്റു. ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറെ എടുത്തു വെച്ച് ഒരംശം കൊണ്ടുവന്ന അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പോൾ പത്രോസ്, അനന്യാസെ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കവിഷ്യമാക്കിയത് എന്ത്? അത് വിൽക്കും മുമ്പേ നിന്റേതായിരുന്നല്ലയോ? വിറ്റ ശേഷവും നിന്റെ കൈവശമല്ലാഞ്ഞുവോ? ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചത് എന്ത്? മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് അനന്യാസ് വീണ് പ്രാണനെ വിട്ടു. ഇത് കേട്ടവർക്ക് എല്ലാവർക്കും മഹാഭയമുണ്ടായി. But a certain man named Ananias of Sapphira, his wife, sold the possession, and he kept back part of the proceeds with his wife also being aware of it, and brought a certain part and laid it at the apostles' feet. But Peter said, Ananias, why has Satan filled your heart to lie to the Holy Spirit and keep back part of the price of the land for yourself? While it remained, was it not your own? And after it was sold, was it not your own to control? Why have you conceived this thing in your heart? You have not lied to men but to God. Then Ananias, hearing these words, fell down and breathed his last. So great fear came upon all those who heard these things. Praise the Lord. Hallelujah. ഈ വേദഭാഗം നാം വായിക്കുന്നത് പ്രധാനമായും കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത് thrill of pretension, ദൈവസന്നിധിയിൽ ഭാവിക്കുന്നതിന്റെ മീതെ ഭാവിച്ചു വരുന്നതിന്റെ ഒരു അപകടമാണ് കാണാൻ കഴിയും. The subject of today's sermon is the thrill of pretension. What are the dangers involved in pretension? Praise the Lord. Praise be to God. നാം എന്താണ് അല്ല എന്ന് പറഞ്ഞതാണ്. നാം എന്തല്ല സ്തോത്രം അത് ആകുവാൻ നാം ശ്രമിക്കുന്ന സ്തോത്രം ഒരു മുഖംമൂടി ഇടുന്നത് പോലെ നാം എന്താണ് യഥാർത്ഥത്തിലുള്ളതല്ല അത് അല്ലാത്തത് കാണിപ്പാൻ ശ്രമിക്കുന്ന അതിന് കപടഭക്തി നാം മലയാളത്തിൽ പറയുന്നതെങ്കിലും ഹിപ്പോക്രസി എന്ന വാക്കാണ് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ അതിന്റെ അർത്ഥമൊക്കെ ഇന്നലെ പറഞ്ഞിരുന്നു. അപ്രകാരം ദൈവസന്നിധിയിൽ ദൈവത്തോടും ദൈവസഭയോടും ഒക്കെ ചെയ്യുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന പരിണിത ഫലത്തെ കുറിച്ചാണ് അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗം നാം കാണുന്നത്. Acts 5, the first chapter of Acts 5, 5th chapter 1-11, it talks about the perils of pretension. It is about what we are behaving, what we are true, not truly, and we are showing it off in the church and to God. Praise the Lord. Praise be to God. പുറത്തങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുമ്പോൾ അത് ഒരു പരിധി വരെ അതിന് രക്ഷപ്പെടാൻ കഴിയും. നമ്മൾ അത് രക്ഷപ്പെട്ട് ജീവിക്കും. പക്ഷെ ദൈവസഭയോട് പരിശുദ്ധാത്മാവിനോട് കാണിക്കുമ്പോൾ അത് വലിയ അപകടത്തിലേക്ക് ചെല്ലാൻ സാധ്യത. When we do these pretensions or behave what we are not outside the church, among the world, we are easy to escape those, but it is dangerous when we are dealing with or in the presence of God and when we are doing it against ഈ ദിവസങ്ങളിൽ അപ്പോസ്തല പ്രവൃത്തി നാം ചിന്തിക്കുമ്പോൾ പ്രധാനമായി അപ്പോസ്തല പ്രവൃത്തിയിലെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചല്ലോ. അല്ലെങ്കിൽ ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ദൈവസഭയിൽ ആദിമ നൂറ്റാണ്ടിൽ നടന്നതിനെ കുറിച്ചാണ് നാം ഈ ദിവസങ്ങളെല്ലാം ചിന്തിച്ചത്. We have been meditating on the word of God, the work of the Holy Spirit during the first century. Praise the Lord. എന്നാൽ ഈ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അത്ര ശുഭകരമല്ലാത്ത ഒരു സംഭവമാകുന്നത്. പക്ഷേ അതിന്റെ പിന്നിലും പ്രവർത്തിച്ചത് മാനസികമായി അത്ര നമുക്ക് സന്തോഷം നൽകുന്ന ഒരു അനുഭവമല്ല. ഒരാൾ പെട്ടെന്ന് വീണ്ടും മരിക്കുക, പരിശുദ്ധരുടെ വ്യാജം കാണിക്കുക എന്നൊക്കെയുള്ള കുടുംബമായി രണ്ടുപേർക്കും ആ വിധി വന്നു. അത് അവരും ആഗ്രഹിക്കുന്നതല്ല. പക്ഷേ അങ്ങനെ സംഭവിച്ചു. അതിന്റെ പിന്നിൽ മനുഷ്യന്റെ കരമല്ല, പരിശുദ്ധാത്മാവിന്റെ കരമാണെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. When we read Acts chapter 5, we see that it is not a pleasant event where two members of the family are died, and if you look at that carefully, it is not the hand of man behind that event. It is the hand of the Holy Spirit. ഞാൻ വേഗത്തിൽ പോകാം. ഇതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ 4-ാം അധ്യായത്തിന്റെ 32-37 വായിക്കുമ്പോൾ ബർന്നബാസ് തന്റെ നില മുഴുവൻ തനിക്കുള്ളത് മുഴുവൻ വിറ്റ് അപ്പോസ്തലന്മാരെ കാൽക്കൽ കൊണ്ടുവച്ചു. അവരെ അപ്രീഷിയേറ്റ് ചെയ്തു. When we look at the chapter 4, we see that Barnabas has sold off all his belongings and brought it to the apostles' feet, and there he has been appreciated about that. Praise the Lord. എന്നാൽ അത് കണ്ട് ഹല്ലേലൂയ ഇൻസ്പയർഡ് ആയി അത് കണ്ട് അതുപോലെ ചെയ്യുവാൻ ആഗ്രഹിച്ചിട്ട് അനന്യാസും സഫീറയും അവർ രണ്ടുപേരും, അനന്യാസിന്റെ പേര് മനുഷ്യൻ, അതിന്റെ ഭാര്യ സഫീറ, അവരും ഡിസയർ ഓഫ് റെക്കഗ്നീഷൻ ഓഫ് സാക്രിഫൈസ്, ഇത് പറഞ്ഞാൽ ത്യാഗ മനോഭാവത്തിന് കിട്ടേണ്ട അംഗീകാരം മോഹിച്ച്, എന്നാൽ അതിന് തക്കതായ വില കൊടുക്കാൻ അവർക്ക് മനസ്സില്ല, അത് അംഗീകരിച്ച് അവർക്ക് പ്രവർത്തിക്കും.
So Ananias and Sapphira, they wanted to get the same recognition by doing the act of generosity and without actually sacrificing the cost for it. Yes. മനസ്സിലായോ? ഇത് പറഞ്ഞാൽ എന്റെ ഈ അധികാരം മുഴുവൻ വേണം. മലയാളത്തിൽ പാട്ട് പറയും കൈ നനയാതെ മീൻ പിടിക്കരുത്. We need the recognition, but we don't want to work for that. മനസ്സിലായോ? അപ്പൊ എനിക്ക് കിട്ടേണ്ട സ്ഥാനം കിട്ടുകയും വേണം. ബർന്നബാസിന്റെ പേരിലുള്ള ഒരു പ്ലേക്ക് വിദ്യ തോന്നി. അന്ന് മുതൽ എന്റെ ആഗ്രഹമാണ് എന്റെ ഒരു പേര് വരണം. When Barnabas' name was highlighted, the same manner Ananias and Sapphira said that they also want to have that kind of. പണ്ട് അമ്മച്ചി ഫാൻ കൊടുത്തിട്ട് പറഞ്ഞു എന്റെ 3 മക്കളുടെ പേര് 3 ലീഫിൽ ഇടണം. One of she said that the fan which she donated to the church, her 3 children's name should be on the each leaves of the. സെക്രട്ടറി പറഞ്ഞു അമ്മച്ചി കറങ്ങുമ്പോൾ പേര് കാണത്തില്ല. അമ്മച്ചി ആലയത്തിൽ ആരും ഇല്ലാത്തപ്പോൾ മാത്രം വന്നാലേ ആ പേര് കാണത്തുള്ളൂ. ഒരു ഗുണമില്ല. The secretary said that you cannot see the names of your children when it is in use, but when nobody is there, the fan is still, you can see your children's name. നമ്മൾ ചർച്ചിന്റെ വാല് തുറന്ന ഉടനെ ഫാൻ ഓണാവും. പിന്നെ ആശീർവാദം പറഞ്ഞ ഫാൻ കറങ്ങുക. വന്നിരിക്കുന്ന ആരും പേര് കാണാൻ പോകുന്നില്ല. മറിയാമ്മയുടെ മോൻ ജോനാറ്റിന്റെ ഫാൻ കൊടുത്തപ്പോ 3 മക്കളുടെ പേര് ഒരു ഫാൻ കൊടുത്തു. പക്ഷേ നടന്നില്ല. എന്ന് പറയുന്നത് പോലെ പലരുടെ ആഗ്രഹമാണ് എന്നുള്ളത് മനുഷ്യരുടെ എല്ലാവരും ത്വരയാണ്. അത് ജഡത്തിൽ നിന്ന് വരുന്നൊരു കാര്യമാണ്. ഒരിക്കലും ആത്മാവിൽ നിന്ന് പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്നതല്ല. It is a man's deepest desire which comes from the flesh to have the recognition. It is not coming from the Holy Spirit. അപ്പോൾ ഇവിടെ അപ്പ അവരൊരു ചതിവ് പ്ലാൻ ചെയ്തു. So they planned a deception. അവർ പറഞ്ഞു നമുക്ക് വസ്തുവക കൊടുക്കാം. എന്തായാലും ബർന്നബാസ് കൊണ്ടുവന്ന 5 കോടി കൊടുത്തു. നമുക്കൊരു 1.5 ലക്ഷം കൊടുക്കാം. അതുകൊണ്ട് കൊടുത്തതിൽ കുറെ എടുത്ത് നമുക്ക് വെക്കാം എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? സ്തോത്രം കീപ് ബാക്ക് അവരുടേതായ അവർ കൊടുക്കുന്ന ഇംപ്രഷൻ എന്തുവാ? ഇത് നിലം വിട്ടേന്റെ മുഴുവൻ പൈസയുമാണ് എന്നുള്ള ഇംപ്രഷൻ ആണ് അവിടെ നൽകിയത്. അതാണ്. So the deception they planned is that they will be selling the property and they will be keeping back most of the money and they will only give a certain part of it and they will get the recognition. That was their plan. പണം കൊടുക്കാത്തതുകൊണ്ടല്ല അവർക്ക് സംഭവിച്ചത്. It does not happen to them because they did not give the money. അപ്പൊ പത്രത്തിന്റെ വായന വാക്ക് നമുക്ക് അറിയാൻ പറ്റും. അനനിയാസ് നിന്റെ അല്ലായിരുന്നു. ഞാൻ നിന്നോട് പറഞ്ഞു ഈ പണം കൊണ്ട് നിന്റെ വെക്കാൻ. നിന്റേതാണിത്. വിറ്റപ്പോഴും നിന്റേതാ, അവിടെ നിന്നപ്പോഴും നിന്റേതാ, ഇപ്പോഴും നിന്റേതാ. പക്ഷേ ദൈവത്തിന് കൊടുത്താൽ പിന്നെ ദൈവത്തിന്. So Peter said these words. He said that before selling the property it was yours. After selling the property it was yours. But once it is given to God, it belongs to God. പക്ഷെ ദൈവത്തിന് കൊടുത്തതിനകത്ത് നീ നിന്റെ തെറ്റായ മോഹം, തെറ്റായ മനോഭാവം, കപട മനോഭാവം ദൈവത്തിന് കൊടുത്തതിനകത്ത് നീ സ്റ്റിക്കർ ഒട്ടിച്ചു. ആ സ്റ്റിക്കർ പാപമാണ്. അത് മരണയോഗ്യമായ തെറ്റാണ്. What you have done by the deception is that what has to be given to God, you stuck your name onto that particular property and money, and this is worth death. അവിടെ ഉപയോഗിക്കുന്ന ഗ്രീക്ക് പദം സ്തോത്രം ആഖാന്റെ പാപം, ആഖാൻ ചെയ്ത പാപത്തോട് ചേർന്ന് പോകുന്ന ഒരു ശബ്ദമായി The word which is used in Greek is similar to what it has been used for Achan's mistake. ആഖാൻ എല്ലാം ചുട്ടരിച്ചു. പക്ഷെ കുറച്ചില്ലയോ ചെറിയ അവനെ ചുട്ടരിച്ചതുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഈ എടുത്ത സാധനം വളരെ കുറവാണ്. പക്ഷെ ദൈവം പറഞ്ഞു വിഗ്രഹാർപ്പിതം ദൈവത്തിന് മ്ലേച്ഛമായത് മുഴുവൻ ചാമ്പലാകേണ്ടതിൽ അല്പം നീ മാറ്റി വെച്ചതുകൊണ്ട് നീ മരണയോഗ്യൻ. God said that what should have been destroyed completely, you kept aside little for yourself, and for that it is death you will be facing. അതിന്റെ പ്രകാരം നാം കാണുന്നുണ്ട് സ്തോത്രം ഹല്ലേലൂയ. ആരും നിർബന്ധത്താൽ നൽകരുത്, മനസ്സോടെ നൽകണം. 2 We see in the word of God, 2 Corinthians 9:7, everybody must have to give. It should be a cheerful giver. നമ്മൾ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. കൊടുക്കുന്നത് മനസ്സോടെയും ദൈവത്തിന്റെ പൂർണ്ണ ആശ്രയത്തിലും ദൈവത്തോടുള്ള പൂർണ്ണ ഭക്തിയിലുമായിരിക്കണം. നമ്മുടെ അഹങ്കാരമോ ഞാൻ കൊടുത്തു എന്നുള്ള ഭാവമോ നമ്മൾ കൊടുക്കുന്നതിൽ ഉണ്ടാകരുത്. When we give unto God, we should not have pride, or we should not have the reluctance of giving it. We should be giving it with complete heart. ഇവിടെ ഈ ഒരു വ്യാജത്തെ പരിശുദ്ധാത്മാവ് എതിർപ്പെട്ടു. And for this deception, Holy Spirit was against this. കാരണം ഈ പത്രോസിന് വെളിപ്പെടുത്തിയത് സ്വന്തം കമ്മിറ്റിക്കാരല്ല. പത്രോസിന് വെളിപ്പെടുത്തിയത് അവിടെയുള്ള മറ്റാരുമല്ല. സ്വന്തം പത്രോസിന് വെളിപ്പെടുത്തിയതാരാ?
പരിശുദ്ധാത്മാവ്. It was Holy Spirit who revealed this to Peter. No one else revealed it to Peter. Praise the Lord. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് കഴിയുമ്പോൾ ഹല്ലേലൂയ അവിടെ നാം അനുഗ്രഹം പ്രാപിക്കും, അത്ഭുതങ്ങൾ നടക്കും, ദൈവപ്രവൃത്തി നടക്കും, ആത്മസ്നാനം നടക്കും. എന്നാൽ അവിടെ ഒരു കാര്യങ്ങൾ നടക്കും, ദൈവഹിതപ്രകാരം നമ്മോട് ചരിച്ചില്ലെങ്കിൽ അവിടെ ന്യായവിധി നടക്കും. Praise the Lord. What we can see here is that if it is going as per the Holy Spirit, we will see miracles and wonders and baptism of Holy Spirit. But also, if it is not going as per the will of God, there will be judgment from God. Praise the Lord. Hallelujah. ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഇത് ദൈവസഭയോടാണ്, പരിശുദ്ധാത്മാവിനോടാണ്. പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം നടക്കുന്ന ഒരു ഇടത്താണ് ഇത് നടന്നത് എന്നുള്ളതുകൊണ്ട് സ്തോത്രം, ദൈവത്തിന്റെ പ്രവൃത്തി വേഗത്തിലുണ്ടായി നമുക്ക് കാണുവാൻ കഴിയും. ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഹല്ലേലൂയ അവിടെ വെളിപ്പെട്ടു. അനനിയാസ് പട്ടുപോയി, സൗമ്യതയിൽപ്പെട്ടു. We see that the work of the Holy Spirit was very clear in the church because Holy Spirit leaves in the church, and we see that Ananias and Sapphira, they both were destroyed. Praise the Lord. ദൈവിക പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന ഏതൊരു ശുശ്രൂഷയോടും ഏതൊരു ദൈവസഭയോടും ഏതൊരു സംവിധാനത്തോടും നാം എതിർപ്പെടുമ്പോൾ അത് ദൈവത്തോട് എതിർക്കുന്നതിന് തുല്യമാണ്. When we are going against the services of the church or any activity which is led by the Holy Spirit, that means we are going against God Himself. Praise the Lord. Hallelujah. നമുക്കറിയാം സഫീറയ്ക്ക് അതേ ഗതി ഉണ്ടാകേണ്ടതായി. The same thing happened with Sapphira. She also passed away. ഇവിടെ പറഞ്ഞു നീ പരിശുദ്ധാത്മാവോട് വ്യാജം കാണിച്ചു എന്നാണ് അതേ വാക്കാണ് സഫീറയോട് പറഞ്ഞത്. The same word has been used for Sapphira as what she said. It was said that you lied on the Holy Spirit. You can see നമുക്ക് കാണാം മോശയോട് എതിർപ്പെട്ട സ്തോത്രം പ്രിയപ്പെട്ടവർ അതുപോലെ തന്നെ ദൈവസ്ഥ അന്യാഗ്നി കത്തിച്ച സ്തോത്രം നാദാബും അബീഹു ഹല്ലേലൂയ അവർക്ക് സംഭവിച്ചത് അവർ പട്ടുപോകുവാനിടയായത്. The same thing happened for Nadab and Abihu, and they also passed away. Praise the Lord. നമുക്കറിയാം പ്രിയമുള്ളവരെ, ദൈവസഭയെ പരിശുദ്ധിയോടെ കാക്കാൻ ദൈവം അന്നും എന്നും എന്തുവരെ കൊടുക്കാൻ തയ്യാറാണ്. Our God can pay any price to keep the church for holiness. കപടഭക്തി സ്തോത്രം ഹല്ലേലൂയ ദുരാദായ ചിന്ത നമ്മുടെ ഈഗോയെ സന്തോഷിപ്പിക്കാൻ ദൈവസഭയോ ദൈവസഭയുടെ സംവിധാനങ്ങളെ ഉപയോഗിക്കുമ്പോൾ എന്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് സ്ഥാപിച്ച ദൈവസഭയെ നാം ഉപയോഗിക്കുമ്പോൾ അത് ദൈവത്തിന് നിരക്കാത്ത തെറ്റ ആ കപടഭക്തിയെ ദൈവം സഹിക്കുന്നില്ല. And God will not forgive the false pretense of which you are using to satisfy your own ego. God will punish ഈ you. കപടഭക്തി ആരാധനയെ ബാധിക്കും. That's good. The same pretension is going to damage the ഈ worship. കപടഭക്തി ദൈവസഭയുടെ മുന്നേറ്റത്തെ സുവിശേഷത്തിന്റെ മുന്നേറ്റത്തെ വ്യാപിക്കും. It is going to affect the growth of the church and the word of God to be proclaimed in the church. Praise the Lord. അതിനെ മാറ്റി ദൈവത്തിന്റെ ഭയം, ദൈവത്തോടുള്ള ഭക്തി, to replace that hypocrisy with the fear of God. ആ കപടഭക്തിയെ മാറ്റി അവിടെ ദൈവത്തിന്റെ ഭയത്തെ സ്ഥാപിക്കുവാൻ ദൈവം പലപ്പോഴും ഇറങ്ങി വന്ന് പ്രവർത്തിക്കാം. There are many times when situations like this, to replace the hypocrisy with the fear of God, God has come down and worked on, and there was consequences in the church. അത് നാം കാണുന്നത് ഭയത്തോടെ യഹോവയെ സേവിപ്പീൻ, വിറയലോടെ ഘോഷിച്ചുകൊണ്ട് സേവിപ്പീൻ. In the word of God, it says that we must worship God in fear. Praise the Lord. Hallelujah. ഈ വിറയലോടെ ഘോഷിച്ചുകൊണ്ട് സേവിക്കുക പറഞ്ഞാൽ എന്താണ്? What does that mean by fear and trembling in the presence of God? വിറയലോടെ ഘോഷിച്ചുകൊണ്ട് സേവിക്കുക. ഇവിടെ സന്തോഷമുണ്ട്, at the same time ആ shivering ഉണ്ട്, ഭയമുണ്ട്. There is trembling as well as at the same time we have got gladness to rejoice in the presence of God. ദൈവത്തെ സേവിക്കുമ്പോൾ don't take things for granted. നമ്മൾ സ്വതവേ വിചാരിക്കും ഇതൊന്നും കുഴപ്പമില്ല നടക്കുന്ന എന്ന് വിചാരിച്ച് നമ്മൾ ദൈവസഭയെ അപ്രോച്ച് ചെയ്തത് അത് വലിയ അപകടമാണ്, തീ കൊണ്ടുള്ള കളിയാണ്. When you are worshiping God, when we approach the church and thinking that this is our normal things which are happening, do not do that. We are playing with fire. സംഭവിച്ച ശേഷം പറഞ്ഞ വ്യക്തമായി ഹല്ലേലൂയ ദൈവം കേട്ട എല്ലാവർക്കും മഹാഭയമുണ്ടായി. Those who all heard this, they were all fearful. പ്രിയമുള്ളവരെ, there is a consequence to sin. പാപത്തിന് എപ്പോഴും ഒരു ഹല്ലേലൂയ കോൺസിക്വൻസ് ഉണ്ട്. ഹല്ലേലൂയ അത് ഇല്ലാതെ പോകത്തില്ല. And there is always consequence to the sin, and there is no way that you are going to escape that consequence. ഹല്ലേലൂയ പാപം ചെയ്താൽ അതിന് എപ്പോഴും പ്രത്യാഘാതമുണ്ട്. ദൈവം ക്ഷമിക്കും, ദൈവം നമ്മളോട് ക്ഷമിക്കും, ദൈവം പലതും ക്ഷമിക്കും. പക്ഷേ പരിണിത ഫലം നാം അനുഭവിച്ചേ മതിയാകും. There will be forgiveness from God, but there will also be consequences of the sin. We have to accept that.
അത് നാം മനസ്സിലാക്കണം. നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു സുഖമാണ്, പക്ഷേ അതിന്റെ പരിണിത ഫലം നാം ഉപയോഗിക്കുവാൻ ദൈവസന്നിധിയിൽ നാം അനുഭവിക്കേണ്ടി വരുമ്പോൾ അതിന്റെ ഭാരം വളരെ ശക്തമാണ്. അത് ഷെയർ ചെയ്യുവാൻ നിന്റെ കൂടെ ആരും കാണത്തില്ല. When we enjoy the sin, it will be comfortable for us and enjoyable for us. When the consequences come across to us, no one else will be there to face the consequences of the evil. പരിശുദ്ധാത്മാവോട് നാം വ്യാജം കാണിക്കുന്നു. We should not deceive Holy Spirit. പരിശുദ്ധാത്മാവോട് വ്യാജം കാണിച്ചാൽ അത് ദൈവം ക്ഷമിക്കുന്ന പാപമല്ല. When we are going against Holy Spirit or deceive or test the Holy Spirit, God is not going to forgive that. കേൾക്കുന്നത് സുഖപ്പെടുത്തേക്ക് തോന്നില്ല, ആർക്കും ഇഷ്ടപ്പെടുന്നേക്ക് തോന്നില്ല. ന്യായവിധി എന്നുള്ളത് ആർക്കും ഇഷ്ടമുള്ള ഇത് കേൾക്കാമല്ല ഞങ്ങൾ രാവിലെ കഷ്ടപ്പെട്ടു ഇരിക്കുന്നത്. പക്ഷേ ഇത് വചന സത്യമാണ്. ഇത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുമ്പോൾ പറയാതിരിക്കാൻ കഴിയത്തില്ല. നമ്മുടെ ജീവിതത്തിൽ നാം അഭിനയിക്കുന്നത്, നാം ഇല്ലാത്തത് പ്രാപിക്കുന്നത് അത് ദൈവസന്നിധിയിൽ വെച്ച് കൊടുപ്പിക്കരുത്. അത് മാറ്റി ദൈവത്തിൽ മാനസാന്തരപ്പെടുവാൻ ഒരു മനോഭാവം നാം കാട്ടിയേ മതിയാകും. Many people don't like because it might be a divine, because it's a judgment which I am talking about, but we must understand that God does not like acting or does not like the pretension of what we are not. ആഗ്രഹിച്ചത് അവരുടെ പേര് അവിടെ ഉയർത്തപ്പെടുന്നതാണ്. അതിന് അവർ ഉപയോഗിച്ചത് ദൈവത്തിന്റെ നാമത്തെയാണ്. Ananias and Sapphira wanted to proclaim their name, give glory to themselves, but they used God's place and God's name. Yes, ദൈവത്തിന്റെ നാമത്തെ അവരുടേതായ സ്തോത്രം ജഡത്തിന്റെ അഭിലാഷത്തെ ആ ഇംഗിതത്തെ അതുവരെ ഒന്ന് പ്രീതിപ്പെടുത്തുവാൻ ദൈവനാമത്തെ തെറ്റായി, ശരിയായ രീതിയിലല്ല, തെറ്റായി ഉപയോഗിക്കുന്ന ആത്മീയ ഗോളത്തിൽ സ്തോത്രം നടന്നുകൊണ്ട് ഓപ്പൺലി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ പറയും ആരും വീട് ചാടുന്നില്ല വാസ്തവ സ്തോത്രം. Ananias and Sapphira, they use God's name to satisfy their own ego and fleshly nature of themselves. And you might be saying that people are doing this in today's world, but no one is falling down and dying. ഈ വൃത്തികെട്ട പരിപാടി കാണിക്കുന്നവരൊന്നും വീട് ചാടുന്നില്ല വാസ്തവ. എന്തൊക്കെയായി ആത്മീയ കോണത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാരും വീട് ചാടുന്നില്ലല്ലോ എന്ന് നിങ്ങൾ ഒരു പക്ഷേ എന്നോട് ചോദിച്ചേ. You might be asking that in the spiritual world, what today's day, many people are doing these kind of things, but no one is dying. ഇനിയിപ്പോ അതൊക്കെ അന്ന് സംഭവിച്ചു, ഇപ്പൊ ഒന്നും സംഭവിക്കുന്നില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നു. You might think that all these things happened in the old times, the first century, it will not happen now. എന്തും കാണിക്കുക, എന്തും ചെയ്യാം, എന്തും പറയാം, അതൊന്നും കുഴപ്പമില്ല. നേതാക്കന്മാർ കാണിക്കുന്നു, പാസ്റ്റർമാരെ കാണിക്കുന്നു, വലിയ വലിയ ആളുകൾ കാണിക്കുന്നു. ഞാൻ ഈ ചെയ്യുന്ന പ്രധാന സ്തോത്രം പ്രശ്നം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നു. We might think that the politicians, new pastors, new big people are doing the same thing, but if I am doing, then nothing going to happen. ഇന്ന് പോയിട്ട് അതിനോട് ഞാൻ ഒരു കാര്യം പറയട്ടെ. Let me tell you something this morning. Praise the Lord. Praise the Lord. എന്റെ ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും ഒരേപോലെ. My God is same yesterday, today and forever. മാറ്റം സംഭവിക്കാം, സാഹചര്യം മാറ്റം സംഭവിക്കാം, എന്റെ ദൈവത്തിന് ഒരു മാറ്റമില്ല. Time can change and situations can change, but my God does not change. Praise the Lord. Hallelujah. ദൈവനാമത്തിനെതിരെ, ദൈവിക പരിശുദ്ധാത്മാവിനെതിരെ, ദൈവദാസന്മാർക്കെതിരെ, ദൈവനാമത്തിനെതിരെ, ദൈവസഭയ്ക്കെതിരെ ഒക്കെ എന്തെങ്കിലും തെറ്റായ ചിന്തയോടെ നാം ഒരു ചിന്തയിലും വെച്ച് പുലർത്തിയിട്ടുണ്ടെങ്കിൽ അതിന് സമാധാനം പറയാതെ നാം ഈ ഭൂമി വിട്ടു പോകത്തില്ല എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് എഴുതി തരാം. But one thing you must understand is that when we are doing anything against the church, against the Holy Spirit, against the servants of God, we have to face the consequences. That's what I can confirm to say. കാരണം ഇതെല്ലാം ദൈവത്തിന്റെ നാമം വഹിക്കുന്ന ഇടമാണ്. ദൈവത്തിനെതിരെ നിൽക്കുന്നു. So remember that we are standing against God, and when we are doing certain things against the church and the Holy Spirit and servants of God, because that upholds the name of God. ഒരു കാര്യം പറയുന്നത് നമ്മുടെ പത്രോസ് പറഞ്ഞ വാക്ക് നിങ്ങൾ അടിവരയിട്ട് ചെയ്തോണം. Please underline the word of Peter. ഞാൻ ജോയിച്ചാനോട് വാശി പിടിക്കുമ്പോൾ അല്ലെങ്കിൽ പത്രോസപ്പോസ്തലൻ പറഞ്ഞ ആ വാക്ക് അതേപോലെ അന്വർത്ഥം, അല്ലെങ്കിൽ ഞാൻ തോമാച്ചാനോട് വാശി പിടിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ലിജോയോട് വാശി പിടിക്കുമ്പോൾ, ഹല്ലേലൂയ, റോയിയോട് വാശി പിടിക്കുകയാണെങ്കിൽ, മറ്റു നിങ്ങൾ ആരോടാണെങ്കിലും ഞാൻ വാശി കാണിക്കുമ്പോൾ, പാസ്റ്റർ ബെൻസൺ, ഹല്ലേലൂയ, നീ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ. Here it says that you are not lied unto men but unto God. മനുഷ്യരോടല്ല, not unto men. ഞാൻ കാണിച്ചത് മനുഷ്യരോടാണ്. What I did is unto കാൽക്കൽ വെച്ചത് പത്രോസിന്റെ അല്ലേ? They kept the money at the feet of പരിശുദ്ധാത്മാവിന്റെ കാലിലല്ല വെച്ചത്, ദൈവത്തിന്റെ കാലിലല്ല വെച്ചത്.
പത്രോസിന്റെ കാലത്ത്. They kept the money at the feet of Peter. പക്ഷേ വ്യാജം കാണിച്ചപ്പോൾ അത് ദൈവത്തോടായി മാറി. But when they lied, it was against God. എവിടെയായി ട്രാൻസ്ഫർ സംഭവിക്കുന്നത്? Where did the transfer happen? പ്രൈസ് ദി ലോർഡ്. നാം ചെയ്യുമ്പോൾ ഓർത്തോണം ഇതിന്റെ അങ്ങേയറ്റത്ത് ആരാണ്. When we do something against God, we must see that who is sitting at the other end of this. പ്രൈസ് ദി ലോർഡ്. ഞാൻ നോക്കുമ്പോൾ അഭിലാഷ് ആവുന്നിരിക്കുന്നത്, ഞാൻ നോക്കുമ്പോൾ ലിജോറ ആവുന്നിരിക്കുന്നത്, അല്ലെ ഞാൻ നോക്കുമ്പോൾ പാസ്റ്റർ ആവുന്നിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ അങ്ങേയറ്റത്ത് വരുന്നുണ്ട്. Amen. So when I do certain things against the church, I see. എല്ലാവരും ഇവിടെ നോക്കുമ്പോ ബാനർ എഴുതിയ ശാലേ ചർക്കം കൊടുന്ന, പക്ഷേ ഇതിന്റെ അറ്റത്ത് ഒരു നാമമുണ്ട്. ഈ നാമം ഉടലെടുക്കുവാൻ കാരണമായ അഖിലാണ്ടത്തിന്റെ ഉടയവൻ ഇതിന്റെ അങ്ങേ അറ്റത്തുണ്ട്. നീ കാണുന്നില്ലെന്ന് വിചാരിച്ച് ആ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഇല്ലെന്ന് വിചാരിക്കരുത്. The banner might be of the never saying church of God, but at the end of this, I think it is the owner of the universe, the Lord of the universe. ദൈവം ഈ ദേശത്തിന് ദൈവപ്രവൃത്തി ചെയ്യും. എന്നാൽ അതിനു മുമ്പ് ചില പ്രവൃത്തി ചെയ്തിട്ട് ആ പ്രവൃത്തി അവൻ ആരംഭിക്കത്തുള്ളൂ. അത് ഉറപ്പായി ദൈവസന്നിധിയിൽ അപ്പോസ്തല പ്രവൃത്തിയിലെ ഈ വാക്കുകളെ ഉദ്ധരിച്ച് വാഗ്ദത്തം ചെയ്യുക. ദൈവത്തിന്റെ പ്രവൃത്തി അടുത്ത ചില മാസങ്ങളിൽ ഈ ദേശത്ത് വെളിപ്പെടും. ദൈവഭയം തന്റെ ജനത്തിന്റെ മേൽ വീഴുവാനായിരിക്കും. There will be great work of God in this land. There will be fear of God. But before completing that work, there will be a small box which is going to come through that in our church. ഹല്ലേലൂയ. ഭയത്തോടെ യഹോവയെ സേവിക്കണം. So let us serve God with fear. Praise the Lord. ഹല്ലേലൂയ. ഞാൻ അനുഭവിക്കുന്നില്ലെന്നും ഞാൻ കാണുന്നില്ലെന്നും ഞാൻ തിരിച്ചറിയുന്നില്ലെന്നും വിചാരിച്ച് എന്റെ ദൈവം അവിടെ ഇല്ല എന്ന ബോധ്യം വരരുത്. അവൻ എന്നേക്കും ശാശ്വതവാസിയായി അവന്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. ഈ തലക്കൽ ഞാൻ ചെയ്യുന്നതിന്റെ എഫക്ട് അങ്ങേ തലക്കൽ എന്റെ തമ്പുരാൻ തിരിച്ചറിയുന്നുണ്ട്. Do not think that God is not seeing this or God is not experiencing this. He's there at the other end of what I'm doing here. Praise the Lord. അതുകൊണ്ട് നാം ചെയ്തൊരു ചെറിയ കാര്യം പോലും, Even if it's a small thing which we are doing, നാം ചിന്തിക്കുന്ന ഒരു ചെറിയ കാര്യം, even a small thought which we are doing, ഹല്ലേലൂയ, അത് ദൈവസഭയോടോ ദൈവനാമത്തിനോടോ ദൈവരാജ്യത്തോടോ ദൈവത്തിന്റെ അഭിഷിക്തന്മാരോടോ ബന്ധത്തിലാണെങ്കിൽ നാം ആരും പറയരുത് അങ്ങനെ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ കൊടുക്കുന്നത് നീ ഭയഭക്തിയോടെ പൂർണ്ണ സമർപ്പണത്തോടെ ആയിരിക്കണം. what we do, we should be fearfully doing, and with the great fear of God, we should be doing whatever we are doing. നമുക്ക് ആർക്കും ഒരു നിമിഷത്തേക്ക് പോലും ചിന്തിക്കാൻ ഇടവരരുത്. ഞാൻ കൊടുത്തില്ലേ എന്തായിത്തീരുമെന്ന് കാണട്ടെ, ആ ഒരു മനോഭാവം പാടില്ല കേട്ടോ. ഭയത്തോടെ ഞാൻ പറയുന്നത് അങ്ങനെ പറഞ്ഞവരെ എനിക്കറിയാം. അത് ധൂളിയായി പോയിട്ടുണ്ട്. അതുകൊണ്ട് ഹല്ലേലൂയ, നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ആ മനോഭാവം ദൈവസന്നിധി വെക്കരുതേ. കർത്താവ് തന്നതല്ലാതെ നമുക്കൊന്നുമില്ല. ഒരു നിമിഷത്തെ ആയുസ് പോലും ദൈവം തന്നതല്ലാതില്ല കേട്ടോ. ഹല്ലേലൂയ. പണം മാറി വെക്കാം. ഹല്ലേലൂയ. എന്റെ അടുത്ത നിമിഷം പോലും എന്റെ ദൈവത്തിന്റെ ദാനം. ഹല്ലേലൂയ. We must not forget that even the next moment is at the mercy of our God, and whatever God has given, it is by His mercy. Praise the Lord. ഒരു ഡോളർ ഉണ്ടാക്കിയ ഒരു സെന്റ് ഉണ്ടാക്കിയാൽ Even if it is 1 cent or $1, ദൈവസന്നിധിയിൽ പാടുന്നു. ഹല്ലേലൂയ. you should come to the presence of God. കാരണം ഹല്ലേലൂയ, നിങ്ങൾ മനുഷ്യന്റെ മുമ്പിൽ താഴണം, പക്ഷെ ദൈവത്തിന്റെ മുമ്പിൽ താഴണം കേട്ടോ. Do not humble in front of man, but humble yourself in the presence of ഒരു God. നിമിഷത്തേക്ക് പോലും അങ്ങനെയുള്ള ചിന്ത നമ്മളെ ബാധിക്കരുത്. These kind of thoughts should not affect us for even for a moment. സ്നേഹത്തോടെ ഓർപ്പിക്കുക. I remind you with love. ദൈവരാജ്യത്തിന് ഒരു ഭ്രമം ഉണ്ടാകത്തില്ല. എന്റെ ഒരു സെന്റ് കുറഞ്ഞാൽ, എന്റെ $100 കുറഞ്ഞാൽ ദൈവനാമത്തിന് ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല. ചർച്ചിന്റെ അനുഭവമാണ്, നിവൃത്തിക്കുന്ന എല്ലാവരുടെയും അനുഭവമാണ്. പക്ഷേ ദൈവസന്നിധിയിൽ നാം കണക്ക് പറയേണ്ടത്. We have to give answer to the presence of God, even if we don't do anything for the church of God will take care of that. So the peril of pretension. Hallelujah. ഭാവിച്ചു വരുന്ന അപകടം വളരെയധികം അപകടകരമായ ഒരു സംവിധാനമാണ്. Hallelujah. The pretensions are too dangerous. The peril is too dangerous. Hallelujah. കാലം ഒരു നിമിഷം നമുക്ക് ദിവസം നടക്കാം. Let us close our eyes. Hallelujah. ദൈവിക പരിശുദ്ധാത്മാവ് ശുദ്ധീകരണം ആഗ്രഹിക്കുന്നെങ്കിൽ, the Holy Spirit is desiring of sanctification. നമ്മുടെ ശുദ്ധീകരണത്തിനായി വിവിധ വചനങ്ങൾ ഏറ്റെടുക്കുവാൻ, അതിനുള്ളിൽ മറുതലിക്കാതെ ദൈവത്തിന് താഴ്ത്തി സമർപ്പിക്കുവാൻ നമുക്ക് ഏവർക്കും ഇടയായി തീരട്ടെ. May God give us the grace to not to rebel against the word of God and accept the word of God and change our lives. വചനത്തിനുപകരത്തിൽ താഴ്ത്തി സമർപ്പിക്കുകയാണ്. Hallelujah. I am submitting myself in the word of God. കർത്താവേ,
അവിടുത്തെ കരുണ വെളിപ്പെടണമേ. Let thy mercy flow, Lord. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പുസ്തകത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ചോദിച്ചാൽ പ്രാർത്ഥിക്കാം. Praise the Lord. Hallelujah. സ്തോത്രം പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ കർത്താവേ, അടിയങ്ങളെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു കർത്താവേ. ഈ ആഴ്ചയുടെ ഒന്നാം ദിവസം അടിയങ്ങളായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. അടിയങ്ങൾ കടന്നു വന്ന സംബന്ധപ്പോൾ ദൈവത്തിന് മഹാസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നു. പാടുവാൻ, പ്രവർത്തിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ഒക്കെ ദൈവത്തിയാക്കിയ കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അടിയങ്ങൾക്ക് നല്ല സംഘടനത്തെ നൽകി തന്നതോ അത് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കട്ടെ. കർത്താവിദാസനായ വെളിപ്പെടുത്തിയോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അറിയിപ്പാൻ ഇടയാക്കിയതോട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. രക്തമുള്ളവർ സൂക്ഷിച്ചുകൊള്ളുന്ന ദൈവത്തിനുമായി വളർന്നു വരുവാനാവുന്ന ദൈവങ്ങളെ സഹായിച്ചുകൊള്ളുവാനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യങ്ങളിലൂടെ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ച് എല്ലാവർക്കായും അടിയങ്ങളെ കഴിഞ്ഞ രാജ്യക്കാരും ഭദ്രമായി സൂക്ഷിച്ച് ഞങ്ങളുടെ യാത്രയിൽ കൂടെ ക്ഷേമത്തോടെ എത്തിച്ച ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളിലും ദൈവത്തിന് മഹാസാന്നിധ്യം ഉണ്ടായിരുന്നു സഹായിക്കണമേ പ്രാർത്ഥിക്കുന്നു. എന്റെ ദൈവത്താൽ സാധ്യമായതൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ദൈവങ്ങളിലേക്ക് എത്തിച്ച് സ്തോത്രം ചെയ്യുന്നു. കാലവഴികളെ കേൾപ്പിച്ച ദൈവത്തിനായി സ്തോത്രം. താവേമാരെ അതിനായി ബലപ്പെടുത്തിയല്ലോ പരിശുദ്ധാത്മാവിനെ എപ്പോഴും പറയാതെ വിശുദ്ധിയോട് നിർമ്മലതയോട് ജീവിപ്പാൻ കൃപ ഞങ്ങളെ സഹായിക്കണമേ. അവർ ഞങ്ങളെ എത്തിച്ചേരുവാൻ ഞങ്ങളെ ദൈവങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നന്ദിയോട് സ്തോത്രം. നന്ദിയോട് സ്തോത്രം. ഞങ്ങളുടെ വിഷയങ്ങളെ എല്ലാം ഏൽപ്പിക്കുന്നു, സഭയായി ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, തുടർന്ന് നടക്കുന്ന വൈദ്യം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ദൈവം ബലപ്പെടുത്തുന്നു. അവർ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ അതൊക്കെ ദൈവനാമം മഹത്വത്തിന് കാരണമാക്കി അങ്ങനെ ഞങ്ങളെ മഹത്വപ്പെടുത്തണമേ. ഈ ഒരാഴ്ചക്കാലം ജീവിപ്പാൻ കൃപണമേ. എല്ലാ ദൈവത്തിന്റെ നാമം മഹത്വം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥന കേട്ടോണ്ട് സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. God has given us one more YP for this is February, and God has brought us all together. Our children have been in school. Many were sick, but God protected them. Let's praise God for that. Praise the Lord. Praise the Lord. God should bless YP. God should bless those who are participating, our youths, our children. Please give a round of applause and a clap offering unto God. Hallelujah, praise God. And many of us were traveling and God brought them all safe. Let's praise God once again. Praise God. Hallelujah, praise God. God gave us wonderful message. Let's praise God. Hallelujah. Without wasting much time, I would like to call upon third person for this month's YP. Please give a round of applause and please welcome Brother Joel Johnson. Praise God. Praise God. Hallelujah. Praise the Lord. Praise the Lord, Church. Thank you everyone for. Okay, this one needs to turn on. Thank you everyone for coming to the second YP of this year. I hope that this is a blessing to you all. First, I would ask Amni Auntie, अगर आप हिंदी प्रार्थना करने की जरूरत नहीं है, but अगर आप YP के लिए अगर आप प्रार्थना कर सके तो. Praise the Lord. Hallelujah. Stotram. ആരാധനയ്ക്ക് ശേഷം മറ്റുള്ള ബന്ധത്തിലായി സ്തോത്രം കർത്താവേ, ഇതിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ദൈവനാമസരത്തിനായ നന്ദിയോടെ സ്തോത്രം. എന്റെ ചെറുമാനായ ലീഡ് ചെയ്യുന്ന കർത്താവിനദാസനായ സ്തോത്രം. മകനെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. പാർട്ടിസിപ്പേറ്റ് കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ.
ഞങ്ങളുടെ ജീവിതത്തിന് ഇത് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സ്വർഗ്ഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമോടൊന്നും സാന്നിധ്യത്തിന്റെ മർമ്മം ഞങ്ങളെ മറയ്ക്കണമേ. ദൈവനാമോഹത്തിനായ സകലം ചെയ്തുകൊണ്ടാണ് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. Okay, so the first event of the YP is song by Abigail. Praise the Lord. Today I am going to sing a song about Peter and John. Peter and John entered a temple. They saw a lame man on the way. The lame man asked for money. So Peter said, "We don't have any money. We just have God. We can pray for you. In the name of Jesus Christ of Nazareth, rise up and walk." So the lame man rised up and walked. He was praising God. Peter and John went to pray. They met the lame on the way. They asked for alms and he held out his hand. And this is what Peter did say: "Silver or gold have I none, but such as I have give I thee. In the name of Jesus Christ of Nazareth, rise up and walk." He'd been walking and leaping and praising God. He'd been walking and leaping and praising God. In the name of Jesus Christ of Nazareth, rise up and walk. Thank you so much, Abigail. Thank you for the beautiful song. Next, I will invite Irene for a short story. Praise the Lord. Today, I will be reading a short story called "She Has Done a Beautiful Thing to Me." During a Sunday school class, while the teacher was teaching her students, he asked them to quiet and read Matthew 26:6-13, and gave them 10 minutes to do so. After the time was up, she asked, "What do you think about this passage?" The children shared many different opinions. Some agreed to the sentence, while others said they thought what the woman did was good. The teacher replied, "You see, Jesus appreciated what she did, and that made all the difference." She added, "Whatever we do for the kingdom of God should be pleasing to Him." Then she began to explain the passage. This event took place of Simon the leper. In the story, we can see Jesus, a woman, and Jesus' disciples. We do not know how many disciples were present. The woman poured very expensive perfume from an alabaster jar onto Jesus' head. This perfume was about 300 dinars, which is roughly a year's wages for a laborer at the time. It is possible that she spent her entire savings. But the first response she heard wasn't encouraging, was it? The very people who should have appreciated her act discouraged her, asking why this risk? Sometimes when we do something for the kingdom of God and put our best efforts, people won't understand it. Some may not see the beauty in what we're doing and might even discourage us. That discouragement can come from friends, relatives, or even the closest to us. But don't let that stop you. Just like this woman, give it your best anyway. Let me give you an example. Many years ago, missionaries from the United States and Europe went to different parts
carrying for teaching us that we should do good things for God, irrespective of what our friends or anyone around us would think, right? Next would be Rohit with a special program. Praise the Lord, everyone. Today I'm going to be reciting the Declaration of Faith. The Church of God believes the whole Bible to be completely and equally inspired and that it is the written word of God. The Church of God has adopted the following Declaration of Faith as a standard and official expression of its doctrine. We believe in the verbal recitation of the Bible, in one God of whom existed in three persons, namely the Father, Son, and the Holy Ghost. That Jesus Christ is the only begotten Son of the Father, conceived of the Holy Ghost and born of the Virgin Mary. That Jesus Christ was crucified, buried, and rose from the dead, that he ascended to heaven and stayed at the right hand of the Father as the intercessor. That all of sin have come short of the glory, that repentance is committed for all necessary forgiveness of sins. That justification, regeneration, and new birth are wrought by the faith in the blood of Jesus Christ. The sanctification has led to faith in the blood of Christ, to the word of God, the Holy Ghost. Holiness be God's standard rule for his people. In the baptism of the Holy Ghost, subsequent to the clean heart. In speaking with other tongues of the Spirit gives evidence in that it is the initial evidence of the baptism of the Holy Ghost. In water baptism follows that all who repent should be baptized in the name of the Father, Son, and the Holy Ghost. The bond of union is provided for all made for oneness. In the Lord's Supper, the washing of the saints' feet. In the premillennial second coming of Jesus. First to resurrect the righteous guys, and to catch away the living saints in the air. Second to reign on the 2,000 years. In the body of resurrection and eternal life, and eternal life and eternal punishment for the world. Praise the Lord. Today for evening I decided I wanted to do the vine and the garden. Let's all turn to John 15, and if someone could read verses 1 and 2. I am the true vine, and my Father is the vine dresser. Every branch of me that does not bear fruit, he takes away, and every branch that does bear fruit, he prunes that it may bear more fruit. Alright, let's pray. Dear Heavenly Father, thank you for this day. Thank you that we have your word to learn. Please help me that when I preach to these wonderful people that have been there in the word of God. Please help us receive us with faith. Please help us with the youth meeting that all the other people who are going to go after me, that they may do their meeting well. In Jesus' name, amen. The reason I chose this passage is because my opposition told me to read John 15 and memorize it. This passage we read today is the final message that Jesus gave the night before he was betrayed. Also, it is only recorded in the book of John and not any of the other Gospels. Here, Jesus is using this illustration of a vine and a gardener to explain the importance of having a close relationship with him. He is teaching us that we must always be connected to him just like the branches of a vine in a garden. And just like a real vine, it is only through this connection that we can bear fruit in our lives. But in order to bear fruit, there are multiple steps along the way. And Jesus explains that here in this passage. The first step in this process is pruning. This is what we read initially in verse 2. He cuts off every branch in me that bears no fruit, while every branch that does bear fruit he prunes, so that I will be even more fruitful. God is the gardener, and his main goal for us is to produce fruit. But in order to produce fruit, we must go through a refining process in our lives. These trails not only test us, but also help us grow and change our ways. Even though a
we may sometimes see God's pruning as difficult, we must endure it in order to develop the fruits that He wants in our lives. That is why pruning is the first and crucial step in this process. Now, if someone could read verses 4 and 5. Abide in me and I in you, as a branch cannot bear fruit of itself, unless it abides in the vine. Neither can you unless you abide in me. He who abides in me and I in him bears much fruit, for without me you can do nothing. The second thing Jesus teaches us to bear fruit is to abide in Him. As we know, a branch cannot survive unless it is connected to the source. If it is cut off, it will wither and die. That is why Jesus is emphasizing the importance of being connected to Him. We must have a consistent and dependent relationship with Him in order to survive. But this is not just a one-time decision. It is a daily walk with God. We must always stay connected to Him through prayer, reading our Bible, reflecting on His Word, attending church, and helping spread the gospel. If we do this, we will develop a life of full fruitfulness. But if we reject God and don't abide with Him, we will wither and be thrown into the fire, as we read in verse 6. Here, Jesus is describing that what can happen at the end of our lives if we don't follow Him, and instead choose the ways of this world. This is why it is important to have daily walk with God and draw closer to Him and never lose our connection to the source. And if we continue reading, we can see in verses 9 and 10, He emphasizes the importance of love. If someone could read verses 9 and 10. As we all know, the fruits of the Spirit are love, joy, peace, patience, kindness, goodness, gentleness, faithfulness, and self-control. And that is what Jesus is also emphasizing here. Ultimately, we must produce the fruits of the Spirit. And the greatest one of these fruits is love. I think this is why He chose to talk about this the day before He was betrayed. He wanted to show love in action. The next day, He would be taken and eventually give up His life for ours. This was the ultimate form of love that He showed to us. As He says in verse 13, greater love has no one than this, to lay down one's life for one's friends. I think He is trying to emphasize here is that we must love like He did, unconditionally, without limits. We must carry each other's burdens and take care of our fellow believers like we care for ourselves. In doing so, we will produce the ultimate fruit that Jesus is looking for in our lives: love. In closing, let me leave you with the last words Jesus gave at the start of this message. You did not choose me, but I chose you and appointed you so that you might go and bear fruit that will last, and so that whatever you ask in my name, the Father will give you. This is my command: love each other. Thank you. Today we are going to sing the song In His Time. When my parents were looking for a husband for me, I would often sing this song, and it reminded me that God will bless me with the marriage of His choice in His perfect time. And now, 16 years later, we can truly testify that God makes everything beautiful in His time. God is neither early nor late. He makes everything beautiful in His time.
sure all of you are very hungry, so I won't take super long. But I want to kind of talk today because so most of you have either been born here or have been brought up here, and that changes you fundamentally, right? So when you grow up in this country, when you live with these laws, with these values, with these social norms, and like when you hang out with your friends, like what's aesthetic, what's funny, what's what. You accept all these things, and that changes you fundamentally. So much so that when you go back to India to visit or whatever, you don't have to say it out loud, but it's very evident that you're not from here. Right? You literally don't even have to open your mouth. But if you do open your mouth, the way you talk, whatever your accent is, it's very evident that you're from here. And the values that you learn here translates to how you dress, how you walk, how you sit down, how you drive. Everything about you screams that you were not brought up here. And all that happens because you just live on a different portion of Earth, right? But how does that affect you if you're fundamentally different inside? What I mean by that is like if you're a Christian and you have been born and brought up in spirit, your values change, your perspective changes, because everyone around you, all your friends think that this life on earth is it, and there's nothing after that. But you know that this is just a short duration of time you're spending here, and among other things, your main goal is to talk to people and make sure that you can bring them back to, right? So this would translate the way when you go back to India, like you can tell by how you dress and whatnot, people can tell here. It doesn't translate exactly to like how you walk around or what you wear, but it's about the things that you participate in, things that you walk away from, the type of friends you make, the type of jokes that you laugh at. Everything about you screams that you're not of this world. And this is like an organization that I really like. It's literally called Not of This World, and their main perspective is that if not from here, then how we behave. So I just want to leave with you that if you're not of this world, and your friends cannot tell you that there's this stark difference between you and everyone else, then it is time for an introspection. And if you have not, there's always time for introspection. And that's all I want to say, and I'll give it to Pastor for prayer and benediction. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സമയം സഹായിക്കപ്പെട്ട സഹായിച്ചല്ലോ. അനുഗ്രഹിക്കപ്പെട്ടവരാണ് ദൈവത്തെ സ്തുതിക്കാം. സ്വർഗ്ഗപിതാവേ, ഇന്ന് പകൽക്കാലം വിശുദ്ധാരാധനയ്ക്കായി ഞങ്ങളെ കൊണ്ടുവരുത്തി ഞങ്ങളെ സഹായിച്ചവരുടെ എല്ലാ വിശ്വസതയ്ക്കായി സ്തോത്രം. ഈ ആഴ്ചക്കാലം ജീവൻ ആവശ്യമായ ദൈവമുള്ള നൽകി ഞങ്ങളെ പറഞ്ഞയക്കണമേ. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോട് ഉണ്ടാകണമേ. ഞങ്ങളുടെ ജോലി മേഖലയിൽ പോക്കിൽ വരിക, ഞങ്ങളുടെ അധ്വാനത്തില്, നിങ്ങളുടെ പഠനത്തില്, ഈ യാത്രകളിലെല്ലാം ദൈവത്തിന്റെ കൃപ ഉണ്ടാകണം. ദുഃഖത്തിന്റെയും ഭാരത്തിന്റെയും വേദനയിലാണ് ആശ്വസിപ്പിക്കണം. രോഗത്താൽ ഭാരപ്പെടുന്നതിനെ സൗഖ്യമാക്കണം. ഈ ദിവസങ്ങളിൽ ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിച്ചു നേടുവാൻ, ദേശത്തിന്റെ വേലയ്ക്ക് അനുഗ്രഹമാണ് നിലകൊള്ളുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. അവസാനമായി ഞങ്ങളെ കേൾപ്പിച്ചതുപോലെ ഞങ്ങൾ ഈ ലോകത്തിലുള്ളവരല്ലോ കഥാവെ ഞങ്ങൾ നിത്യതയ്ക്ക് വേണ്ടിയുള്ളവരാണെന്നുള്ള ബോധ്യത്തോടെ ജീവിക്കുവാൻ കൃപ ഞങ്ങൾ നൽകി തരണം. അതിനായി സഹായിക്കണം. ഈ ലീഡ് ചെയ്യുവാൻ പ്രിയ സഹോദരൻ ജോയിനെ സഹായിച്ചല്ലോ. അനുഗ്രഹിച്ചത് ഭാവി ശ്രേഷ്ഠമാക്കണം. വൈദികമായി നേതൃത്വം പ്രാർത്ഥിക്കുന്നു. ദൈവസഭയായി ഞങ്ങൾ ഓരോ കുടുംബങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കുന്നു. ഓരോ കുടുംബത്തിന്റെ പേരിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങൾ ചോദിക്കുന്ന ദൈവമായ ഞങ്ങൾ ഓരോരുത്തരുടെ പേരും ചൊല്ലുമാറാകണേ. പ്രാർത്ഥന യേശുവിന്റെ പ്രാർത്ഥന സ്തുതിക്കാൻ പിതാവായ ദൈവത്തിന് പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കാവലും നമ്മോട് പ്രാർത്ഥന ചെയ്തു. ദിവസം എല്ലാ ഭവനങ്ങളോടും ലോകമുള്ള സർവീസുമാകട്ടെ. യേശുക്രിസ്തു മുഖാന്തരം സ്തോത്രം ചെയ്യാം.